നായനാക്കി ഡയറക്ടർ സുഗിത് സംവിധാനം ചെയ്യുന്ന ചിത്രം ഇപ്പോഴത്തെ സെപ്റ്റംബർ മാസമാണല്ലോ റിലീസിന് എത്തുന്നത്. ഇപ്പോഴത്തെ ഈ ചിത്രവും ഒരു യൂണിവേഴ്സിലുള്ള ഒരു തുടക്കമായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനു മുമ്പ് ഈ സിനിമയുടെ സംവിധായകനായ സുഗിത് സംവിധാനം ചെയ്യുന്നത് പ്രഭാസിന് നായനായിട്ട് സഹോ എന്ന ചിത്രമായിരുന്നു. ഒരു പക്ഷേ ഈ പവൻ കല്യാണിൻ്റെ ചിത്രത്തിൽ പ്രഭാസിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു റെഫറൻസ് ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ചിയാൻ വിക്രമിൻ്റെ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്ന ചിത്രമാണല്ലോ തങ്കലാൻ എന്ന ചിത്രം. സിനിമ ഏപ്രിൽ മാസമാണ് ഇപ്പോൾ റിലീസെല്ലാം ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ ചിത്രം ഏപ്രിൽ നിന്നും പോസ്റ്റ്പോൺ ചെയ്തു പോകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ ടൈമിലാണ് ഈ ഇലക്ഷൻ എല്ലാം വരുന്നത്. അതുകൊണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കമൽഹാസൻ്റെ തഗ് ലൈഫ് സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ ഇനി മാർച്ചിലായിരിക്കും ഇനി ആരംഭിക്കുക. ജയം രവിയും കമൽഹാസനും കൂടിയുള്ള ഒരു കോംബോ സീൻസ് ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. സെർബിയയിലാണ് ഈ ഷെഡ്യൂളെല്ലാം വരിക. നസ്രിയുടെ തമിഴ് വെബ് സീരീസിൻ്റെ ഷൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 100 ദിവസത്തോളം ആയിരുന്നു ഇതിൻ്റെ ഷൂട്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റുള്ള ഒരു വെബ് സീരീസും കൂടിയാണ്. നസ്രിയെ കൂടാതെ തന്നെ ശാന്തനും ഇതിലൊരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ജിഗർദണ്ഡ ഡബ്ലക്സ് എന്ന സിനിമയ്ക്ക് ശേഷം ലോറൻസിൻ്റെ അടുത്ത ചിത്രം വരുന്നു. സിനിമ ഇപ്പോഴത്തെ സൗന്ദര്യ രജനീകാന്തായിരിക്കും സംവിധാനം ചെയ്യുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ചർച്ചകളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ സിനിമ വേൽ ഫിലിംസ് ആയിരിക്കും നിർമ്മിക്കുക. കൂടാതെ തന്നെ സിനിമയ്ക്ക് മ്യൂസിക് എല്ലാം ചെയ്യുക ജി വി പ്രകാശ് കുമാറും കൂടിയായിരിക്കും. ശിവരാജ് കുമാർ നായനാക്കി സപ്തസാഗർ എന്ന സിനിമയുടെ സംവിധായകൻ്റെ ഒരു ചിത്രം വരുന്നതായ റിപ്പോർട്ടുകൾ. ഈ ചിത്രം ഒരു ലവ് സ്റ്റോറി ആയിരിക്കില്ല, മറിച്ചൊരു പക്ക ആക്ഷൻ ഫിലിമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ലു അർജുൻ ചിത്രം പുഷ്പ സിനിമയുടെ 3ാം ഭാഗം വരുന്നതായ റിപ്പോർട്ടുകൾ. നിലവിൽ പുഷ്പ 2 സിനിമയുടെ ക്ലൈമാക്സ് ഭാഗങ്ങളാണ് ഇപ്പോൾ ഷൂട്ടെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പുഷ്പ 3 സിനിമയുടെ ഷൂട്ടെല്ലാം ഇപ്പോഴത്തെ അല്ലു അർജുൻ്റെ എല്ലാ ചിത്രങ്ങളുടെയും ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഈ സിനിമയിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിജയുടെ ഗോട്ട് എന്ന സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സിനിമയുടെ അടുത്ത ഷെഡ്യൂളെല്ലാം വരിക പോണ്ടിച്ചേരിയിലും കൂടിയായിരിക്കും. സിനിമയുടെ ഫുൾ ഷൂട്ടെല്ലാം ഏപ്രിൽ മാസം കംപ്ലീറ്റ് ആകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമ ജൂണിലായിരിക്കും റിലീസിനെത്തുക. നിലവിൽ ഷൂട്ടിംഗ് എല്ലാം പൂർത്തിയാക്കിയ ചിത്രമാണല്ലോ അവതാർ 3 എന്ന ചിത്രം. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ സിനിമ അടുത്ത വർഷം ക്രിസ്മസ് റിലീസായി എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രഭാസിൻ്റെ വലിയ ബഡ്ജറ്റിൽ വരുന്ന ചിത്രമാണല്ലോ കൽക്കി 7 എന്ന ചിത്രം. സിനിമ ഇപ്പോഴത്തെ 5 ഭാഗങ്ങളായി ഒരുങ്ങുന്ന ഒരു ചിത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിൽ സിനിമയുടെ ഫസ്റ്റ് ഭാഗത്തിൻ്റെ ഷൂട്ടെല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഭാഗമാണ് മെയ് 9 ഇപ്പോൾ റിലീസിനെത്തുന്നത്. 2ാം ഭാഗത്തിൻ്റെ ഷൂട്ട് വർക്കെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ 2ാം ഭാഗം അടുത്ത വർഷം ഏപ്രിലായിരിക്കും റിലീസിനെത്തുക. മോഹൻലാലിനെ നായനാക്കി പടവെട്ട് സിനിമയുടെ സംവിധായകൻ്റെ ഒരു ചിത്രം വരുന്നതായ റൂമറുകൾ. സിനിമയുടെ സ്റ്റോറി ഡിസ്കഷനെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഈ കോംബോയിൽ ഒരു ചിത്രം എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്.